തോൽവികൾ ബി ജെ പിക്ക് ഒരു പുതിയ കാര്യമല്ല. കാരണം തോറ്റ് തന്നെയാണ് ബി ജെ പി ഇന്നത്തെ ഈ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർന്നത്. ഇന്ന് 1811 MLA-മാരും 240 MP-മാരും 100ഓളം മേയർമാരുമായി അധികാരത്തിന്റെ വഴിയിൽ വെന്നിക്കൊടി പാറിച്ച് അശ്വമേധം നടത്തുന്നതിനിടയിൽ ഒന്ന് കാലിടറുമ്പോൾ പാർട്ടിയെ തിരുത്താൻ വരുന്ന ആ പഴയ ചങ്ങാതിയാണ് ബി ജെ പിയെ സംബന്ധിച്ച് ഓരോ പരാജയവും. ആ ചങ്ങാതി ഇപ്പോൾ ഒരിക്കൽ കൂടി ബി ജെ പിയെ തേടിയെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന 2 ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളിലാണ് ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നേരിട്ടത്. ബീഹാറിലെ ബാങ്കിപ്പൂർ, മധ്യപ്രദേശിലെ ദതിയ എന്നീ സിറ്റിംഗ് നിയമസഭാ സീറ്റുകളാണ് പാർട്ടിക്ക് നഷ്ടമായത്. ബി ജെ പി അധ്യക്ഷൻ നിതിൻ നവീന്റെ കോട്ടയായിരുന്ന ബാങ്കിപ്പൂരിൽ ജൻ സുരാജ് പാർട്ടിയുടെ പ്രശാന്ത് കിഷോർ വൻ വിജയം നേടിയപ്പോൾ ദതിയയിൽ കോൺഗ്രസ് സീറ്റ് നിലനിർത്തി. ഭരണകക്ഷികൾക്ക് എപ്പോഴും മുൻതൂക്കം ലഭിക്കാറുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെ ഈ തോൽവികൾ ബി ജെ പിക്ക് നൽകുന്നത് ശക്തമായ ചില മുന്നറിയിപ്പുകളാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ പാളിച്ചകളും നീറ്റ് വിവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്കിടയിലുണ്ടായ അതൃപ്തിയുമാണ് പ്രധാനമായും ഈ തിരിച്ചടിക്ക് കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ബാങ്കിപ്പൂരിൽ പാർട്ടിയുടെ സ്ഥിരം വോട്ടർമാരിലുണ്ടായ കൊഴിഞ്ഞുപോക്കും ദതിയയിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട മുൻ മന്ത്രി നരോത്തം മിശ്രയുടെ അനുയായികൾ ഉണ്ടാക്കിയ ആഭ്യന്തര കലഹവും ബി ജെ പിയുടെ പരാജയത്തിന്റെ ആക്കം കൂട്ടി. എന്നാൽ ഇവിടെയാണ് ബി ജെ പിയുടെ പ്രവർത്തന ശൈലി മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാകുന്നത്. തെരഞ്ഞെടുപ്പുകളിൽ തോൽക്കുമ്പോൾ ജയം തങ്ങളുടെ തറവാട്ട് സ്വത്താണെന്ന രീതിയിൽ ജനങ്ങളെയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെയും ഇലക്ഷൻ കമ്മീഷനെയും ഒക്കെ കുറ്റം പറയാൻ അവർ നിൽക്കാറില്ല. പകരം എവിടെയാണ് തങ്ങൾക്ക് അടിപതറിയതെന്ന് കൃത്യമായി പരിശോധിച്ച് അടിയന്തര തിരുത്തലുകൾ വരുത്തുകയാണ് ബി ജെ പി ചെയ്യുന്നത്. ഇതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ അവരെ വേറിട്ട് നിർത്തുന്നത്. ഈ 2 തോൽവികളുടെയും പശ്ചാത്തലത്തിൽ ബൂത്ത് തലം മുതലുള്ള കർശനമായിട്ടുള്ള ആത്മപരിശോധനയ്ക്കാണ് ബി ജെ പി ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. വോട്ട് ചോർച്ചയുടെ കാരണങ്ങൾ കണ്ടെത്തി അടിസ്ഥാന വിഷയങ്ങൾ പരിഹരിക്കുന്നതിലൂടെ വരും ദിവസങ്ങളിൽ പാർട്ടി തലത്തിലും സർക്കാർ തലത്തിലും വലിയ അഴിച്ചുപണികൾ തന്നെ ബി ജെ പിയിൽ ഉണ്ടായേക്കാം. പരാജയങ്ങളെ പാഠമാക്കി മാറ്റുന്ന ബി ജെ പിയുടെ ഈ തിരുത്തൽ പ്രക്രിയ പാർട്ടിയെ കൂടുതൽ കരുത്തുറ്റതാക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളം.